SC നേതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണ പോസ്റ്റർ വിവാദത്തിൽ ന്യായീകരണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. SC നേതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചു. ചില ആളുകളുടെ ദുഷ്ടബുദ്ധിയിൽ നിന്ന് ഉടലെടുത്ത വാർത്തയെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു. വിശദാംശങ്ങൾ തിയോഫിൻ നൽകും. തിയോഫിൻ, ഇതുവരെ സുരേന്ദ്രന്റെ മനസ്സിലായിട്ടില്ല താൻ എന്ത് അബദ്ധമാണ് വിളിച്ചു പറഞ്ഞതെന്ന്. അത് തന്നെയല്ലേ ഇപ്പോഴും ഈ ന്യായീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്? തീർച്ചയായും അത് തന്നെയാണ് സത്യം. അതായത് തന്റെ പാർട്ടി ആ പോസ്റ്ററിൽ ചെയ്തത് എന്താണെന്നോ, താൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ, അല്ലെങ്കിൽ തനിക്ക് എന്താണ് ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വാർത്തകളുടെ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് വാർത്തയായി എന്നത് ഇതുവരെ മനസ്സിലാക്കാൻ കെ സുരേന്ദ്രന് കഴിഞ്ഞിട്ടില്ല. അതാണ് ഇന്നത്തെ സുരേന്ദ്രന്റെ പ്രതികരണവും വ്യക്തമാക്കുന്നത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ള പര്യടനത്തിന്റെ ഭാഗമായി തൃശൂർ കുന്നംകുളത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സുരേന്ദ്രന്റെ പ്രതികരണം. ഈ ചോദ്യങ്ങൾക്ക് എന്താണ് SC നേതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചാൽ കുഴപ്പമെന്നാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും പല വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള മറുചോദ്യങ്ങൾ മാത്രമാണ് സുരേന്ദ്രന്റെ ഒരു രീതി. താൻ ജനിച്ചതും പിന്നാക്ക സമുദായത്തിലാണ് എന്നും കെ സുരേന്ദ്രൻ പറയുന്നു. അപ്പോൾ ചില ആളുകൾ അവരുടെ ദുഷ്ടബുദ്ധിയിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ വാർത്ത. ഇന്നലെ ഞാൻ 13 പട്ടികജാതി പട്ടികവർഗ സംഘടനാ നേതാക്കൾക്കൊപ്പം ഇന്നലെ ഉച്ചഭക്ഷണം കഴിച്ചിരുന്നു. മറ്റു സമുദായ സംഘടനാ നേതാക്കൾക്കൊപ്പവും അല്ലെങ്കിൽ മറ്റു സംഘടനകൾക്കൊപ്പവും ഒക്കെ താൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സുരേന്ദ്രന്റെ ന്യായീകരണം. അതായത് യഥാർത്ഥത്തിൽ എന്താണ് ഇത്? ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വേർതിരിവ് അത് വരാത്ത രീതിയിൽ മനുഷ്യരെ ഒന്നായി കാണണമെന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അതാണ് സമൂഹത്തിലുള്ളത്. ഇത് മനസ്സിലാക്കാൻ കെ സുരേന്ദ്രൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ പ്രതികരണം വ്യക്തമാക്കുന്നത്. ശരി, തിയോഫിനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.